നിന്നുള്ള ഒരു വാർത്തയാണ്. തുറമുഖ പദ്ധതിയിലെ കേന്ദ്രത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. വിശദാംശങ്ങളുമായി ചേരുന്ന സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വെരി ഗുഡ് മോർണിംഗ്. 817 കോടി രൂപയാണ് കേന്ദ്രം വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പോ വായ്പയായി മാത്രമേ നൽകൂ എന്ന് കേന്ദ്രം പറയുന്നു. ഇത് വേണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിലാണല്ലോ. അപ്പൊ യോഗത്തിൽ ഇന്ന് എന്ത് തീരുമാനം ഉണ്ടായേക്കും? ഗുഡ് മോർണിംഗ് എസ് കെ എൻ ക്രിസ്റ്റീന, വിജയകുമാർ. ഈ വിഴിഞ്ഞത്തിന്റെ വിഷയത്തിൽ അതൊരു നിർണായകമായ തീരുമാനം ഇന്നുണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ തന്നെ കേന്ദ്രം വിഴിഞ്ഞത്ത് പണം അനുവദിച്ചപ്പോൾ 817.10 കോടി രൂപ അനുവദിച്ചതിന് ശേഷം അത് തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു നിലപാടായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കുക എന്നുള്ളത് അത് ഈ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ, സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടാക്കാത്ത സ്ഥലങ്ങളിൽ നിക്ഷേപങ്ങൾ ഈ തിരിച്ചു വാങ്ങാത്ത പണം അനുവദിക്കുക എന്നുള്ളതാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കേരളത്തോടുള്ള ശത്രുതാ മനോഭാവം എന്ന സർക്കാർ പലതവണ കേന്ദ്രത്തിനുണ്ട് എന്ന് ആവർത്തിക്കുന്നത് തെളിയിക്കും വിധത്തിലായിരുന്നു ഈ വിഷയത്തിൽ കേന്ദ്രം ഒരു നിലപാട് സ്വീകരിച്ചത്. 2035 ഈ തുക തിരിച്ചടയ്ക്കണം, ഈ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തുക അനുവദിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ 12,000 കോടിയിലധികം രൂപ തിരിച്ച് ഒരു വലിയ ബാധ്യതയായി സംസ്ഥാനത്തിന് വന്നു ചേരുകയും ചെയ്യും വിഴിഞ്ഞ വിഷയത്തിൽ. ഇപ്പോൾ തന്നെ സാമ്പത്തികമായി ലാഭം വന്നു തുടങ്ങിയിട്ടില്ലാത്ത പദ്ധതിയിൽ സംസ്ഥാനം ആ തുക സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതിലൊരു നിർണായക തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുക. അത് നേരത്തെ തന്നെ ഈ വായ്പയായി അനുവദിക്കുന്നു എന്നതിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരുന്നു. കാരണം അത് സംസ്ഥാനത്തോട് ചെയ്യുന്ന ദ്രോഹമാണെന്നും അത് സംസ്ഥാനം വലിയ മുതൽ മുടക്കിൽ എത്തിച്ചിരിക്കുന്ന ഈ വിഴിഞ്ഞം പദ്ധതി അതിനെ തുടക്കത്തിൽ തന്നെ നശിപ്പിച്ചു കളയുന്ന പ്രവണതയാണ് എന്നുള്ളതുൾപ്പെടെയുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനത്തിന് വലിയ പ്രത്യേകതയുണ്ട്, അത് നിർണായകവുമാണ്. കാരണം ഈ തുക സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിനേക്കാൾ വളരെയധികം തുക സംസ്ഥാന സർക്കാർ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ തൂത്തുക്കുടി തുറമുഖത്തിനുൾപ്പെടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിച്ചത് തിരിച്ച് വേണ്ട എന്നുള്ള നിലയിലായിരുന്നു കേന്ദ്രം ആ തുക അനുവദിച്ചത്. പക്ഷേ സംസ്ഥാനത്തോട്, കേരളത്തോട് മാത്രമുള്ളത് ഈ സമീപനം എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. അത് സംബന്ധിച്ച് തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന സംസ്ഥാനം പലതവണ കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും തിരിച്ചടയ്ക്കാൻ കഴിയില്ലെങ്കിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് കേന്ദ്ര ധനമന്ത്രി ഉൾപ്പെടെ സംസ്ഥാനത്തിന് തിരികെ കത്തായി അയക്കുകയും അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്.